Okay, next classification is on the basis of control. Companies are classified into two: government company and holding and a subsidiary company. അതിൽ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പം ഗവൺമെൻറ് കമ്പനി ഹോൾഡ്സ് 51% ഓർ മോർ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ എ കമ്പനി, ദെൻ ഇറ്റ്സ് എ ഗവൺമെൻറ് കമ്പനി. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഹോൾഡിംഗ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ 51%-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ, 51%-ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, ദെൻ ദാറ്റ് ഈസ് എ ഗവൺമെൻറ് കമ്പനിയായി മാറും. ഓക്കെ, അപ്പം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ദർ ക്യാൻ ബി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഏതർ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിസിപ്പേഷൻ 51%-ൽ കൂടുതൽ, അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെയൊക്കെയാകാം? ഏതർ ഓഫ് ദ ഗവൺമെൻറ്, ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് 51%-ൽ കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട് ഒരു കമ്പനിയിലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 51%-ൽ കൂടുതൽ ഹോൾഡിംഗ് ഉണ്ട് ഷെയർ ക്യാപിറ്റലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സ്റ്റേറ്റുകൾ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ 51%-ൽ കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, ദെൻ ദാറ്റ് കമ്പനി ഈസ് നോൺ ആസ് ഗവൺമെൻറ് കമ്പനി. ഓക്കെ, and next one is holding and a subsidiary company, where a company has control over another company and it is known as holding company. ഇപ്പോൾ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ മേൽ കൺട്രോൾ ഉണ്ടെങ്കിൽ, then that company is known as holding company. Okay, and the company over which control is exercised is known as subsidiary company. ഏത് കമ്പനിയുടെ മുകളിലാണോ നമ്മൾ കൺട്രോൾ എക്സസൈസ് ചെയ്യപ്പെട്ടേക്കുന്നത്, ആ കമ്പനിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ വേറെ കമ്പനി ഹാസ് കൺട്രോൾ ഓവർ അനദർ കമ്പനി. ഈ ഹോൾഡിംഗ് കമ്പനിക്ക് മറ്റേതോ കമ്പനിയിൽ മേൽ എന്തുണ്ട്? കൺട്രോൾ ഉണ്ട്. ആൻഡ് ദ കമ്പനി ഓവർ വിച്ച് ദിസ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ്, ഏത് കമ്പനിയുടെ മുകളിലാണോ കൺട്രോൾ എക്സസൈസ് ചെയ്യപ്പെട്ടേക്കുന്നത്, ആൻഡ് ദാറ്റ് കമ്പനി ഈസ് നോൺ ആസ് സബ്സിഡിയറി കമ്പനി. ഇപ്പം എങ്ങനെയാണ് ഈ കൺട്രോൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഫ് ഹോൾഡിംഗ് കമ്പനി ഹാസ് or if holding company holds 50%-ൽ കൂടുതൽ മറ്റൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, ദെൻ ആ കമ്പനിക്ക് ഒരു കൺട്രോൾ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദ അതർ കമ്പനി അല്ലെങ്കിൽ ദ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദ കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മറ്റൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡിംഗ് കമ്പനിയാണെന്ന് പറയാൻ പറ്റും. അപ്പം ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് ഏതല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് മറ്റൊരു കമ്പനിയിന്മേൽ കൺട്രോൾ ഉണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ 50%-ൽ കൂടുതൽ ഷെയറിൽ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, ഷെയർ ക്യാപിറ്റൽ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, then that company is known as holding company. And if a company holds or control the composition of board of directors of another company, മറ്റൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, then that company is known as holding company. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പം എ കമ്പനി ഹാസ് കൺട്രോൾ ഓവർ അനദർ കമ്പനി, മറ്റൊരു കമ്പനിയിൽ കൺട്രോൾ ഉള്ള കമ്പനിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹോൾഡിംഗ് കമ്പനി. ആൻഡ് ദ കമ്പനി ഓവർ വിച്ച് ദിസ് കൺട്രോൾ ഈസ് എക്സസൈസ് ഈസ് നോൺ ആസ് സബ്സിഡറി കമ്പനി. ഏത് കമ്പനിയിൽ മുകളിലാണോ നമുക്ക് കൺട്രോൾ നമ്മൾ എക്സസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ കമ്പനിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സബ്സിഡറി കമ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓൺ ഹൂം, ആരുടെ മുകളിലാണോ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ഉള്ളത്, ആ കമ്പനിയെ നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് വിളിക്കുന്നു. ആൻഡ് ഹൗ ദിസ് കൺട്രോൾ, എങ്ങനെയാണ് ഈ കൺട്രോൾ വന്നത്, എങ്ങനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ മേൽ 50%-ൽ കൂടുതൽ, മോർ ദാൻ ഹാഫിൽ കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, ദെൻ ദാറ്റ് കമ്പനി ഈസ് എ ഹോൾഡിംഗ് കമ്പനിയായി മാറും. And if a company holds the composition of board of directors of another company, then also that company is a holding company. Okay.